لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه وأتباعه أجمعين. يقول يا ليتني قدمت لحياتي. الله سبحانه وتعالى നന്മ നിറഞ്ഞ ജീവിതവും ഈമാനുള്ള മരണവും നൽകി നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. 2025 ഇന്ന് നമ്മളോട് വിട പറയുകയാണ്. വളരെ വേഗതയിലാണ് ഈ വർഷം നമ്മളോട് യാത്ര പറഞ്ഞിട്ടുള്ളത്. അടുത്ത വർഷത്തേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ വെറും ഒരു കലണ്ടറിന്റെ മാറ്റം മാത്രമല്ല ഇവിടെ നടക്കുന്നത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസ്സിൽ നിന്ന് 365 ദിവസം എന്നേക്കുമായി നമ്മൾ നിന്ന് പോയി മറഞ്ഞു. ഇനി ഒരു സെക്കൻഡ് പോലും അതിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. ഈ സന്ദർഭത്തിൽ ഒരു നഷ്ടബോധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്, നമ്മെ അലട്ടിക്കൊണ്ടിരിക്കേണ്ടതാണ്. സത്യത്തിൽ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത ആളുകൾ ഇന്നത്തെ രാത്രി തുള്ളിച്ചാടുന്ന രാത്രിയാണ്, ആഹ്ലാദിക്കുന്ന രാത്രിയാണ്, സന്തോഷിക്കുന്ന രാത്രിയാണ്. ശരിക്കും ഇന്നത്തെ രാത്രി സന്തോഷിക്കാനോ ആഹ്ലാദിക്കാനോ വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നഷ്ടത്തിന്റെ രാത്രിയാണ് ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത്. ആയുസ്സിൽ നിന്ന് ഒരു വർഷം നഷ്ടപ്പെടുമ്പോൾ, പോയി മറയുമ്പോൾ അത് നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ്. നമ്മൾ മരണത്തിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടി അടുത്തിരിക്കുകയാണ്. നമ്മൾ ഖബറിലേക്ക് അടുത്തു. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ റൂഹിനെ പിടിക്കാനായി അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അൽ ഖയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. തന്റെ നഫ്സിനെ അല്ലാഹുവിന് സമർപ്പിച്ചവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഓർക്കുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്തവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മളോട് ചോദിക്കുന്നു, വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്. നാളത്തെ ജീവിതത്തിന് വേണ്ടി എന്ത് സമ്പാദ്യമാണ് നീ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഈ കഴിഞ്ഞു പോയൊരു വർഷത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് വളരെ നല്ലതാണ്. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു വർഷം പരലോക ജീവിതത്തിനായി എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ആത്മവിചിന്തനം നല്ലതാണ്. സംഭവിച്ചു പോയ വീഴ്ചകളിൽ, താഴ്ചകളിൽ, പരാജയങ്ങളിൽ അല്ലാഹുവിനോട് ഖേദിച്ചുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് സയ്യിദുൽ ഇസ്തിഗ്ഫാർ അടക്കമുള്ള തൗബയുടെ വാചകങ്ങൾ ഉരുവിട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്ത് ഇനിയൊരു പൊതുജീവിതത്തിന് നാം ഒക്കെ പ്രതിജ്ഞയെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കേണ്ടത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം നൽകിയിട്ടുണ്ട്. ആ ദിവസം അവസാനിക്കുമ്പോൾ കാര്യമായ പുണ്യങ്ങളൊന്നും എനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ ദിവസമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന ദിവസം എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുകയുണ്ടായി. നാമൊക്കെ എപ്പോഴും ഓതി കേൾക്കാറുള്ളതുമായ ഒരു ആയത്താണ് യാ ലൈതനി ഖദ്ദംതു ലിഹയാതി എന്നുള്ളത്. സൂറത്തുൽ ഫജ്റിലെ ഒരു ആയത്താണ്. എന്താണ് അതിന്റെ അർത്ഥം? ആ സന്ദർഭത്തിൽ മനുഷ്യൻ പറയും,
ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് നാളെ പരലോകത്ത് മനുഷ്യൻ ഖേദിക്കുന്ന ആ സന്ദർഭത്തെ കുറിച്ച് പറയുകയാണ്. വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി ഇപ്പോ മനുഷ്യൻ ചിന്തിക്കുന്നത് നന്നായിരിക്കും, ആ ജീവിതത്തിന് വേണ്ടി എന്ത് നന്മയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഈ 2025 നമ്മളോട് വിട പറയാൻ ഒരുങ്ങുന്ന ഈ അവസാന നിമിഷം ഒരു ആത്മപരിശോധനയാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുകൊടുത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഇനി നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ആത്മീയമായ ഉയർച്ചയും ഉന്നതിയും ഉണ്ടാകണം. നല്ലൊരു സന്തോഷകരമായ നാളുകൾക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അതിനായി ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് പ്രദാനിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക